കൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില നിമിഷങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആമേൻ വരങ്ങളെക്കുറിച്ചാണ്. സ്തോത്രം. അതിനാധാരമായി മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഇത് യേശു തന്നെയാണ് ഈ ദൂത് പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ അപ്പോസ്തലനായ പൗലൂസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക്, അതിന് 2-ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണമേ. ആമേൻ. അവിടെ കുറച്ചുകൂടെ പൗലൂസ് ആഴം ആയിട്ട് അറിയിക്കുന്നൊരു ദൂത്, അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഏതാ ഈ മർമ്മം? എന്നിട്ട് പറയാ, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു, അതാണ് ആ മർമ്മം. ആമേൻ. യേശു പറഞ്ഞില്ലേ, ഞാൻ പോയേച്ചെൻ്റെ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ആ കാര്യസ്ഥൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ന് പകൽക്കാലം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഈ കാര്യസ്ഥൻ നമ്മെ ഓർമ്മപ്പെടുത്തും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഈ പ്രഭാതത്തിൽ ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ, നോക്കിക്കേ, അവിടെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പൗലൂസ് ഒരു കാര്യം കൂടെ പറയുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുന്നു. അപ്പോ പൗലൂസ് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അധ്വാനത്തിലേക്ക് ദൈവരാജ്യത്തെ ജനത്തിന് ആമേൻ അവരുടെ ഉൾത്തടങ്ങളിൽ ഒന്ന് പതിപ്പിക്കുക എന്നുള്ള ദൗത്യം, അതിലേക്ക് അദ്ദേഹം അധ്വാനിക്കുന്നു. സ്തോത്രം. പോരാടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു തലത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ താനൊരു അധ്വാനത്തിലേക്ക് നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഇത് മനുഷ്യരെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഏതൊരു മനുഷ്യനെയും ഉപദേശിക്കണമെങ്കിൽ അകത്ത് ദൈവത്തിൻ്റെ കൃപ വേണം. ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ഹൃദയതലങ്ങളിൽ കർത്താവിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിപ്പാനുള്ള
ഒരാത്മബലം ഈ പ്രഭാതത്തിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഈ ഒരു മർമ്മം മനസ്സിലാകാത്തത് കൊണ്ട്, അവർ പ്രാപിക്കാത്തത് കൊണ്ട്, ആമേൻ, അവർ അതിനു വേണ്ടി അധ്വാനിക്കാത്തത് കൊണ്ട് പലരും സൂസൈഡിലേക്ക് തിരിയുന്നു, പലരും പ്രശ്നങ്ങളിലേക്ക് തിരിയുന്നു. ദൈവത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കുവാനോ കൃപാവരങ്ങളിൽ നിൽക്കുവാനോ കഴിയാതെ ദൈവം ആമേൻ തൻ്റെ ജനത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് കേവലം ഭൗതിക കാര്യത്തിലേക്ക് കൊണ്ടിട്ട് അതിനെ തകർത്ത് കളഞ്ഞ് ഉടച്ചു കളഞ്ഞ് ആത്മീയന്മാരെ അനാത്മീയന്മാരാക്കുന്ന ഈ ലോകത്തിലെ സാത്താന്യ ശക്തികൾ ഉടബലരഗത ശംഭവരാജകൽക്കനാദി ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആമേൻ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, നീ പ്രാപിച്ചെടുക്കേണ്ട ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കൃപാവരങ്ങൾ ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കണം. 26 വാക്യം, അത് അപൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. ഇത് ഈ മർമ്മം മറഞ്ഞു കിടന്നതാ. ഹല്ലേലൂയ, ആമേൻ. ഏദൻ തോട്ടം മുതൽ മനുഷ്യനെ ഈ മർമ്മം അറിയിക്കാൻ കഴിയാതെ പിശാച് മനുഷ്യരെ തകർത്തുകൊണ്ടിരുന്നു. സത്യവചനത്തെ ഒന്ന് പ്രസംഗിക്കുവാനോ ഒന്ന് വായിക്കുവാനോ ധ്യാനിക്കുവാനോ വിട്ടുകൊടുക്കാതെ മനുഷ്യനെ, രാജാക്കന്മാരെ തന്നെ അട്ടിമറിക്കുന്ന ഒരു വലിയ സാത്താന്റെ ശക്തി ആമേൻ പഴയ നിയമ വിശുദ്ധന്മാരെ കീഴ്പ്പെടുത്തിയിരുന്നു, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നോക്കൂ, വാഴ്ത്തത്വം പ്രാപിച്ച, വാഴ്ത്തത്വം സ്വപ്നം കാണുന്ന യോസേപ്പ് തുടങ്ങി, നോക്കൂ, ആരാധന സ്റ്റാർട്ട് ചെയ്ത ഹാബേൽ തുടങ്ങി, സകലത്തെയും തകർത്ത് കളയാൻ ഈ ലോകത്തിലെ ശക്തിക്ക് അന്ന് അത് ബലം പ്രാപിച്ച് മുൻപിലോട്ട് വന്നു. എന്നാൽ ഇന്ന് പകൽ ഇതാർക്കുള്ളതെന്നറിയാമോ? അത് അപൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന, കണ്ടോ? ആമേൻ. അത് പൂർവകാലങ്ങൾക്കും സ്തോത്രം തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം. ആമേൻ. ഈ മർമ്മം ഏതെന്നറിയാമോ? സ്വർഗരാജ്യത്തിലെ മർമ്മം. ആ ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിക്കാനുള്ള, നാം നിക്ഷേപപാത്രങ്ങൾ തുറക്കുവാനുള്ള മർമ്മം മറഞ്ഞു കിടക്കുക. എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. 25 വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിയിരിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷക്കാരനായിരിക്കുന്നു. ഇവിടെ എന്താണ്? ഒരു ഉദ്യോഗമാണ്. ഇത് നിസ്സാരമായ ഒരു ജോലിയല്ല. ദൈവം പൗലൂസിനെ ഫലമേൽപ്പിച്ച ഒരു ഉദ്യോഗം. ഈ ഉദ്യോഗത്തിനകത്ത് പൗലൂസ് 100% വിശ്വസ്തനായി മുൻപിലോട്ട് വന്നപ്പോൾ പൗലൂസിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച വേദനകൾ ചെറുതല്ല കേട്ടോ. ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ നിന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ, ചിലപ്പോൾ ഒരു വചനം വായിക്കാനായിരിക്കും ദൈവം നിന്നെ ഏൽപ്പിച്ച്, അത് വിശ്വസ്തയോടെ നീ വായിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും കൃപകൾ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക. എന്തിനാ ഞാൻ ഇനി വചനം വായിച്ച് ഇനി ആരും കേൾക്കണ്ട? അവർക്ക് ഈ മർമ്മം വെളിപ്പെടുന്നില്ല. വചനം എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം, ഈ പുസ്തകം വായിക്കുന്നവനും ഇത് കേൾക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഇത് വായിക്കുന്നില്ല, നീ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. ഇത് വായിക്കുന്നില്ല, നീ വാഴ്ത്തത്വം പ്രാപിക്കുന്നില്ല. ആമേൻ. രഥത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ആമേൻ.
ഒരു 2 മിനിറ്റ് വചനം വായിക്കാൻ പറഞ്ഞാൽ പോലും വായിക്കാൻ സമയമില്ലാത്ത ജനം. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരാൾ വചനം വായിച്ച് കാണാൻ ഞങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നറിയാമോ? ഒരാളെങ്കിലും വചനം വായിച്ച് 5 പേരെ അറിയിക്കട്ടെ? ചെയ്യത്തില്ല. അവർക്ക് ഇതൊക്കെ ഒരു ലാഘവത്തോടെ കാണുകയാ. ഇതൊന്നും ആമേൻ അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. ഇത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുക. ഇതൊന്ന് വെളിപ്പെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുന്നില്ല ആരും. ഇന്ന് പകലിൽ നമുക്ക് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് സഭ, ജനം ഈ ദിവസങ്ങളിൽ ദൈവ സന്നിധിയിൽ സമർപ്പണത്തോടെ പ്രാർത്ഥനയിലിരിക്കണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്ന കർത്താവ്, ഞങ്ങളെ സഹായിക്കണം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചത് ആമേൻ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ അങ്ങോട്ട് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൃപയിൽ പുതിയ മടിയിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.